ഓഹരി വിപണിയിലെ മഹാസാമ്രാജ്യത്തിലെ ഒമഹയിലെ ഒറാക്കിൾ ഇനി വിശ്രമ ജീവിതത്തിലേക്ക്. ക്ഷമ എന്ന മുതൽമുടക്കിലൂടെ കോടികൾ കൊയ്ത വാറൻ എഡ്വേർഡ് ബഫറ്റ് 60 ആണ്ടിന് ശേഷം ബെർക്ഷർ ഹാത്തവേയുടെ സിഇഒ സ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു. 11-ാം വയസ്സിൽ $115 നിക്ഷേപത്തിൽ തുടങ്ങി 94-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ വാറൻ ബഫറ്റിന്റെ ഓഹരി നിക്ഷേപം 22 ലക്ഷം കോടി രൂപയാണ്. ബിസിനസ് വിജയവും ജ്ഞാനവും ലളിതമായ ജീവിതശൈലിയും കാരണം ലോകം മുഴുവനുമുള്ള നിക്ഷേപകർ തങ്ങളുടെ മാതൃകാ പുരുഷനായി കാണുന്ന വ്യക്തിത്വമാണ് ബഫറ്റ്. ബഫറ്റിന്റെ പല ഉദ്ധരണികളും ഓഹരി നിക്ഷേപ രംഗത്തെ സുഭാഷിതങ്ങളാണ്. ബെർക്ഷർ ഹാത്തവേയിൽ നിന്ന് വാറൻ ബഫറ്റ് പടിയിറങ്ങുന്നതോടെ 62-കാരനായ ഗ്രെഗ് എബൽ കമ്പനിയുടെ സിഇഒ ആകും. ലോക സമ്പന്നരിൽ 5-ാം സ്ഥാനത്താണ് വാറൻ എഡ്വേർഡ് ബഫറ്റ്. സമ്പന്നതയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും കാരുണ്യം നിറഞ്ഞ മനസ്സാണ് അദ്ദേഹത്തിൻ്റേത്. വേഷം മാറി സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്ന് അർഹരായവരെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന വാറൻ ബഫറ്റ് തന്റെ സമ്പത്തിന്റെ നല്ലൊരു ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകി ലോകത്തെ വിസ്മയിപ്പിച്ചു. രാജ്യാന്തര പ്രശസ്തിയുള്ള നിർമ്മാണ കമ്പനികളോ മറ്റ് സ്ഥാപനങ്ങളോ നടത്തി സമ്പന്നനായ വ്യക്തിയല്ല വാറൻ ബഫറ്റ്. ഓഹരി വിപണിയിലൂടെയാണ് അദ്ദേഹം ലോക സമ്പന്നത പട്ടികയിലേക്ക് നടന്നു കയറിയത്. എന്നാൽ ഓഹരി വിപണിയിൽ താൻ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത് ക്ഷമ എന്ന 2 അക്ഷരം മാത്രമാണെന്ന് വാറൻ ബഫറ്റ് സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ചു. ക്ഷമയുള്ളവൻ ചക്രവർത്തിയാകും എന്ന സുഭാഷിതത്തെ അന്വർത്ഥമാക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷമയില്ലാത്തവരിൽ നിന്ന് ക്ഷമയുള്ളവരിലേക്ക് പണം മാറാൻ സഹായിക്കുന്ന മാർഗമാണ് ഓഹരി വിപണി എന്ന ബഫറ്റയുടെ ഉദ്ധരണി ഊഹക്കച്ചവട മേഖലയിൽ പ്രസിദ്ധമാണ്. എല്ലാവരും ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ബുദ്ധിമാന്മാർ ഓഹരി വാങ്ങുക. അതുപോലെ എല്ലാവരും വാങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബുദ്ധിമാന്മാർ വിൽക്കുക. ഇതിന് രണ്ടിനുമിടയിൽ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് വേണമെന്നാണ് വാറൻ ബഫറ്റ് നൽകുന്ന മറ്റൊരു ഉപദേശം. ഓഹരി നിക്ഷേപം ഹ്രസ്വകാലത്തേക്കല്ല, ദീർഘകാലത്തേക്കായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ബഫറ്റ് തന്റെ കമ്പനിയായ ബെർക്ഷൻ ഹാത്തവേയുടെ സിഇഒ സ്ഥാനം 2025 അവസാനത്തോടെ ഒഴിയുമെന്ന പ്രഖ്യാപനം ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായി. ഓഹരിയിൽ നിക്ഷേപിക്കാൻ പ്രായം ഒരു ഘടകമല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് വാറൻ എഡ്വേർഡ് ബഫറ്റ്. 11-ാം വയസ്സിലാണ് ആദ്യ നിക്ഷേപം. 1930 ഓഗസ്റ്റ് 30-ന് അമേരിക്കയിലെ നെബ്രാസ്കയിലെ ഒമാഹയിലാണ് വാറൻ ബഫറ്റിന്റെ ജനനം. അച്ഛൻ സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ ബഫറ്റിന്റെ മനസ്സിൽ സംരംഭക മോഹമുണ്ടായിരുന്നു. വീട്ടിൽ അല്ലലൊന്നുമില്ലായിരുന്നുവെങ്കിലും ച്യൂയിംഗമും കൊക്കക്കോളയും വിറ്റും കുട്ടിക്കാലത്ത് തന്നെ സ്വയം വരുമാനം നേടി. അങ്ങനെ കിട്ടിയ പണം കൊണ്ടായിരുന്നു 11-ാം വയസ്സിൽ ഓഹരി നിക്ഷേപക ലോകത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്. സിറ്റീസ് സർവീസ് പ്രീഫെറഡ് എന്ന കമ്പനിയുടെ ഓഹരിയാണ് ബഫറ്റ് ആദ്യം വാങ്ങിയത്. ഒന്നിന് $38 വീതം ചെലവാക്കി 3 എണ്ണം വാങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ആ ഓഹരി വില $27 ഇടിഞ്ഞു. 11-കാരന് നിരാശ തോന്നി. വില $40 ആയപ്പോൾ 3ഉം വിറ്റ് വളരെ ചെറിയ ലാഭമെടുത്തു. എന്നാൽ ബഫറ്റ് പകച്ചുപോയത് പിന്നീടായിരുന്നു. ചെറിയ ലാഭത്തിന് വിറ്റ സിറ്റീസ് സർവീസ് പ്രീഫെറഡ് കമ്പനിയുടെ ഓഹരി വില $200 കുതിച്ചു കയറിയപ്പോൾ ബഫറ്റ് ഓഹരി വിപണിയിലെ വലിയൊരു പാഠം പഠിച്ചു. നിക്ഷേപകന് വേണ്ട പ്രധാന മൂലധനം ക്ഷമയാണെന്നുള്ള പാഠം. നിക്ഷേപം ദീർഘകാലത്തേക്കായിരിക്കണമെന്നും 11-കാരനായ ബഫറ്റ് പലവട്ടം മനസ്സിൽ ഉരുവിട്ട് പഠിച്ചു. ചെറിയ കച്ചവടങ്ങൾ ചെയ്തും ഓഹരി വിപണിയിലൂടെ ലഭിച്ചതുമായ പണം കൊണ്ട് വാറൻ ബഫറ്റ് 14-ാമത്തെ വയസ്സിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു. കൗമാരക്കാരൻ 40 ഏക്കർ ഭൂമി സ്വന്തമാക്കിയപ്പോൾ വീട്ടുകാർ പോലും അത്ഭുതപ്പെട്ടുപോയി. വാങ്ങിയ ഭൂമി വാടകയ്ക്ക് നൽകി അദ്ദേഹം പണം സമ്പാദിച്ചു. ആദായ നികുതി റിട്ടേൺ ആദ്യം ഫയൽ ചെയ്യുമ്പോൾ വാറൻ ബഫറ്റിന് 15 വയസ്സ് തികഞ്ഞിരുന്നില്ല. പണം കയ്യിൽ നിറഞ്ഞപ്പോൾ പഠനത്തിനായി സമയം കളയണോ, ആ സമയം കൂടി ഓഹരി വിപണിയിൽ ശ്രദ്ധിക്കുന്നതല്ലേ ഉചിതം എന്ന ചിന്തയായി ബഫറ്റിന്. കുട്ടിത്തം മാറാത്ത മകന്റെ ചിന്ത തിരുത്തിയത് അച്ഛനായിരുന്നു. ജീവിതത്തിൽ മുന്നേറാൻ പഠനത്തിന്റെ പ്രാധാന്യം അച്ഛൻ മകൻ ഉപദേശിച്ചു കൊടുത്തു. തുടർന്ന് പെൻസിൽവാനിയ സർവകലാശാലയിൽ ബിരുദ പഠനം, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്ക ലിങ്കണിൽ നിന്ന്
ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി. കൊളംബിയ സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോൾ ബഫറ്റിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു അധ്യാപകനെ ലഭിച്ചു. ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന വിശേഷണമുള്ള സാമ്പത്തിക വിദഗ്ധനായ ബെഞ്ചമിൻ ഗ്രഹാം ആയിരുന്നു ആ അധ്യാപകൻ. ലോങ് ടേം നിക്ഷേപ തത്വങ്ങളെക്കുറിച്ചുള്ള ഗ്രഹാമിന്റെ സിദ്ധാന്തങ്ങൾ വാറൻ ബഫറ്റിനെ ശക്തമായി സ്വാധീനിച്ചു. മൂല്യം കുറഞ്ഞ കമ്പനികളുടെ ഓഹരികൾ വാങ്ങി ഏറെക്കാലം കയ്യിൽ വച്ച് ലാഭമുണ്ടാക്കുക എന്ന നിക്ഷേപ തന്ത്രം ബഫറ്റ് പഠിച്ചത് ബെഞ്ചമിൻ ഗ്രഹാമിൽ നിന്നായിരുന്നു. ബഫറ്റിന്റെ ജീവിത വിജയത്തിന് അടിത്തറയായതും ഈ പാഠമായിരുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം ബഫറ്റ് ആദ്യം ജോലിക്ക് കയറിയത് പിതാവിന്റെ ഓഹരി ബ്രോക്കറേജ് സ്ഥാപനത്തിൽ. 1952 സൂസൻ തോംസനെ വിവാഹം കഴിച്ചു. ഇതിനിടെ മൂല്യം കുറഞ്ഞ കമ്പനികളുടെ ഓഹരി അദ്ദേഹം വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് അധ്യാപകൻ ബെഞ്ചമിൻ ഗ്രഹാമിന്റെ ന്യൂയോർക്കിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രഹാം ന്യൂമൻ കമ്പനിയിൽ ബഫറ്റിന് സെക്യൂരിറ്റി അനലിസ്റ്റായി ജോലി ലഭിച്ചു. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ കമ്പനി ഗ്രഹാം അവസാനിപ്പിച്ചുവെങ്കിലും അപ്പോഴേക്കും വാറൻ ബഫറ്റ് ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട സൂത്രവാക്യങ്ങളെല്ലാം ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. ജന്മസ്ഥലമായ ഒമാഹയിലെത്തിയ വാറൻ ബഫറ്റ് ബഫറ്റ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. 1962 ബഫറ്റിന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ഭാഗ്യ പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറായി. സാമ്പത്തിക പ്രതിസന്ധിയിലായ ബെർക്ഷൻ ഹതാവേ എന്ന ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഓഹരി അദ്ദേഹവും സുഹൃത്തായ ചാർലി മുങ്കറും വാങ്ങി. ഓഹരി വാങ്ങി മറിച്ചു വിൽക്കാമെന്ന് കരുതിയിരുന്ന ബഫറ്റിന് കമ്പനി സ്വന്തമാക്കാൻ ഒരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കമ്പനി ഉടമകൾ ഓഹരികൾ തിരിച്ചു ചോദിച്ചുവെങ്കിലും മുതൽ മുടക്കിന്റെ അടുത്തുപോലും എത്തിയിരുന്നില്ല. ഇതോടെ വാശിയിലായ ബഫറ്റ് കൂടുതൽ ഷെയറുകൾ വാങ്ങി കമ്പനി തന്നെ സ്വന്തമാക്കി. കടക്കെണിയിലായിരുന്ന ആ കമ്പനി ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കുന്ന ബിസിനസ് സാമ്രാജ്യമായി വളർന്നു. ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, ഊർജം, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, ഫർണിച്ചർ തുടങ്ങിയ മേഖലകളിൽ സാന്നിധ്യമുള്ള ബെർക്ഷൻ ഹാത്തവേക്ക് ലോകത്തെ മുൻനിര കമ്പനികളിൽ ഓഹരി പങ്കാളിത്തവുമുണ്ട്. മികച്ച കമ്പനി സ്റ്റോക്കുകൾ ഇടത്തരം തുകയ്ക്ക് വാങ്ങിക്കൂട്ടിയ വാറൻ ബഫറ്റ് 1990 തന്റെ 60ാമത്തെ വയസ്സിൽ ശതകോടീശ്വരനായി. സാമ്പത്തിക മാന്ദ്യങ്ങളിലും മറ്റും പെട്ട് ബഫറ്റിന്റെ സമ്പത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായെങ്കിലും കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം 78ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ബ്ലൂംബെർഗിന്റെ ആഗോള ശതകോടീശ്വര പട്ടിക പ്രകാരം നിലവിൽ $16,900 കോടി ആസ്തിയുമായി 5ാം സ്ഥാനത്താണ് ബഫറ്റ്. നിലവിൽ ഏതാണ്ട് 22 ലക്ഷം കോടി രൂപയുടെ ഓഹരി നിക്ഷേപം വാറൻ ബഫറ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കയ്യിലുള്ള പണം ക്ഷമയോടെ തന്ത്രപരമായി ഉപയോഗിക്കാനുള്ള ശേഷിയാണ് ബഫറ്റിനെ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകനാക്കി മാറ്റിയത്. ആദ്യ ഭാര്യ സൂസൻ തോംസൺ ബഫറ്റ് 2004 മരിച്ചതിനെ തുടർന്ന് 2006 അദ്ദേഹം ആസ്ട്രിഡ് മെങ്സിനെ വിവാഹം ചെയ്തു. 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. രണ്ടാമത്തെ മകൻ ഹൊവാർഡ് ഗ്രഹാം ബഫറ്റ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായേക്കും എന്നാണ് റിപ്പോർട്ട്. കേവലം $115 ആദ്യ നിക്ഷേപത്തിൽ നിന്ന് പിന്നീട് ശതകോടികൾ വാരിക്കൂട്ടി ലോക ശതകോടീശ്വര പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിലെത്തിയിട്ടും ആഡംബരത്തിലൊന്നും ഭ്രമിക്കാതെ ലാളിത്യത്തോടെയും കാരുണ്യത്തോടെയും ജീവിക്കുകയായിരുന്നു വാറൻ ബഫറ്റ്. 1958 $31,500 വാങ്ങിയ 5 മുറികൾ മാത്രമുള്ള വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴും താമസം. കമ്പനിയിൽ നിന്ന് അദ്ദേഹം വാങ്ങുന്ന ശമ്പളം വർഷം $1 ലക്ഷം മാത്രം. സ്വന്തം സമ്പത്തിന്റെ 99% ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. തന്റെ മരണശേഷവും കൂടുതൽ തുക നൽകാനും വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ വഴിയാണ് പ്രധാനമായും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളെല്ലാമാണ് ഒറാക്കിൾ ഓഫ് ഒമാഹ എന്ന വിളിപ്പേര് വാറൻ എഡ്വാർഡ് ബഫറ്റിന് നേടിക്കൊടുത്തത്. ലാഭത്തിന് പിന്നാലെയല്ല, സ്വന്തം പണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് പിന്നാലെയാണ് നിക്ഷേപകർ പോകേണ്ടത് എന്നാണ് 94ാം വയസ്സിലും ബഫറ്റ് നൽകുന്ന ഉപദേശം.